നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നെട്ടയത്ത് വന്നിരിക്കുകയാണ്. വേദയ്ക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് വേദയും വിളിച്ചിട്ട് ഞാൻ നെട്ടയത്ത് വന്നു. ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ്. വേറൊന്നുമല്ല കേട്ടോ, അമ്മയുടെ കണ്ണിൻ്റെ പോളയുടെ മുകളിൽ ഒരു കുഞ്ഞു കുരു വന്നു. അത് പിന്നെ വലുതായി കേട്ടോ. അത് വലുതായിട്ട് പിന്നെ അത് കുറഞ്ഞു, പക്ഷെ അത് കംപ്ലീറ്റ്ലി മാറുന്നില്ല. തിരുമല നമ്മൾ സ്ഥിരം കാണിക്കാറുള്ള ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ഓയിൽമെൻറ്റും മെഡിസിൻസും ഒക്കെ കൊടുത്തു. പക്ഷേ അതിൽ കുറഞ്ഞില്ലെങ്കിൽ അത് കീറിക്കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറവില്ലാത്തത് കൊണ്ട് കീറിക്കളയാനായിട്ട് നമ്മൾ കരമനയുള്ള ചൈതന്യയിലേക്ക് പോവുകയാണ്. കരമനല്ലല്ലോ, കരമന തന്നെ, കരമന കുഞ്ചാലമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ചൈതന്യ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ചീമ അവിടെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് അച്ഛൻ കൂടെ വന്നില്ല. അച്ഛനും വേദയും അവിടെ നിൽക്കുകയാണ്, ചീമ അവിടെ നിൽക്കുകയാണ്, ഞാനും അമ്മയും കൂടിയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെ ഡ്രൈവറല്ലേ, കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കുകയാണ്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ വരുന്നത് വരെ അത് വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി പോവാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം സമയം ആയതുകൊണ്ടാണ് തോന്നുന്നത്, അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറൊക്കെ കാണാൻ പറ്റി കേട്ടോ. അമ്മയ്ക്ക് കാല് വലിയ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ സുഖമൊന്നുമില്ല, അങ്ങനെ അതും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സുഖം വരും, ഇടയ്ക്കിടയ്ക്ക് സുഖം കുറയും. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, 2 ദിവസം ഭയങ്കര സുഖമായിരിക്കും, 3ൻ്റെ വീണ്ടും വേദന. അവിടെ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിൽ പോകും, 2 ദിവസം ഭയങ്കര സുഖമായിരിക്കും, 3ൻ്റെ വീണ്ടും വേദന. അതാണ് അമ്മയുടെ ഒരു അസുഖം. അത് എന്ത് അസുഖമായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ചൈതന്യയിൽ വന്നിട്ട് പേരും നാടും എല്ലാം ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അമ്മ അതിഗംഭീരമായിട്ട് വീഡിയോ എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ എൻ്റെ മുഖം എവിടെയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ആ പേപ്പർ കാണിക്കുക, അല്ലെങ്കിൽ എൻ്റെ മുഖം കാണിക്കുക, ഇത് രണ്ടുമില്ല കേട്ടോ. എന്തായാലും കാര്യം പെട്ടെന്നൊക്കെ എഴുതി കൊടുത്തു. പെട്ടെന്ന് തന്നെ പേര് വിളിച്ചു. പിന്നെ അമ്മയുടെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തു. പവറും കാര്യങ്ങളും വിഷനൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഇത് റിസർച്ച് സെൻറ്റർ കൂടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാവാം ആദ്യം ഒരു കുട്ടി വന്ന് ഇതെല്ലാം കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയത്. പെട്ടെന്ന് തന്നെ വിളിക്കുകയും ചെയ്തു, ഡോക്ടറെ അടുത്ത് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ കരുതി ഒരുപാട് സമയം എടുക്കുമായിരിക്കും. സാധാരണ രാവിലെയൊക്കെ നമ്മൾ തൊഴി പോകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് റോഡിൻ്റെ തിരക്കൂടെയാണ്. പിന്നെ കരമന നമുക്ക് അടുത്തായതുകൊണ്ട് കേട്ടോ ഈ ചൈതന്യ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ തിരക്കൊട്ടും തന്നെ ഇല്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇത് അമ്മയ്ക്ക് ആദ്യ പ്രാവശ്യം വന്നത് അങ്ങ് തനിയെ പോയി. വീണ്ടും വന്നു, അങ്ങനെ ഡോക്ടറെ കണ്ടു. അത് വലുതായിട്ടൊക്കെ നിന്നു. പിന്നെ എല്ലാവരും ഒക്കെ പറഞ്ഞത് കീറണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അമ്മ വാങ്ങിയ പുതിയ ബാഗ് അതൊക്കെ തൂക്കിയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ ബാഗ് കൊള്ളാം. ഒരുപാട് പേര് ഇതിൻ്റെ ലിങ്ക് എന്നോട് ചോദിച്ചു. അമ്മ ഏതിൽ നിന്നാണ് ഓർഡർ ചെയ്തതെന്ന് അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ഇനി അമ്മയുടെ ഫോണിൽ നിന്ന് അരിച്ച് നോക്കണം. ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിൽ നിന്നും ഓർഡർ ചെയ്യും. ഇനി അമ്മയുടെ ഫോണിൽ അരിച്ചാലേ അറിയാത്തുള്ളൂ ഏതിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എന്നാലും ലിങ്ക് നമുക്ക് തപ്പിപ്പിടിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ലിങ്ക്, പക്ഷേ ലിങ്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു മരുന്നെന്ന് പറയുന്നത് ചൂട് വയ്ക്കുക തന്നെ. കുറച്ചുകൂടെ വലുതായിരുന്നുവെങ്കിൽ നമുക്ക് കീറി വിടാം. ഒരു 10 ദിവസം നോക്കും, അത് കുറഞ്ഞില്ല എങ്കിൽ കീറി വിടാം. അതുവരെ ചൂട് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. ചൂട് വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു മരുന്ന്, അല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും അത് കേട്ടപ്പോൾ സമാധാനം. അല്ലെങ്കിൽ ഇനി അതിനെ കീറി കണ്ണെല്ലാം കെട്ടിവെച്ച് നടക്കേണ്ടി വന്നാനെ. 2 ദിവസം ചൂട് വയ്ക്കും, 3ൻ്റെ ചൂട് വയ്ക്കില്ല. അത് അമ്മയുടെ ഒരു രീതിയാണ് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ പൂജപ്പുര ബൂസ്റ്റർ ചായയുടെ തൊട്ടടുത്ത് അവരുടെ തന്നെ ഒരു ജ്യൂസ് സെൻറ്റർ ഉണ്ട്. അവരുടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തൊട്ട് ചേർന്നൊരു ജ്യൂസ് സെൻറ്റർ ഉണ്ട്. അവിടെ വന്ന് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയുള്ള ഗ്ലാസ്സിലാണ് ജ്യൂസ് തരുന്നത്. ആ ജ്യൂസ് കുടിച്ചാൽ ഒരു ദിവസത്തേക്ക് പിന്നെ വെള്ളവും വേണ്ട, ആഹാരവും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ കുടിച്ചു എന്നൊരു ഫീല് വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നേ കുടിക്കാറുള്ളൂ കേട്ടോ. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു, അമ്മ ഒരു ഗ്രേപ്പ് ജ്യൂസും പറഞ്ഞു. ആ ഗ്ലാസിൻ്റെ വലിപ്പം കണ്ട് അമ്മ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഗ്ലാസും കൊള്ളാം, ജ്യൂസും കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ അതിൽ തന്ന സ്ട്രോയാണ് പണി ഗൈസ്. ആ ഗ്ലാസിൻ്റെ പകുതിയേ ഉള്ളൂ സ്ട്രോ. പിന്നെ മുഖം എല്ലാം അതിനകത്തിട്ട് ജ്യൂസ് കുടിക്കേണ്ടി വന്നു. സ്ട്രോ വളരെ ചെറുതും ഗ്ലാസ് ഭയങ്കര വലുതും കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് വന്നപ്പോഴേക്കും വേദയാണെങ്കിൽ കുറേ സ്വീറ്റ്സൊക്കെ എടുത്ത് എന്നെ ഇങ്ങനെ കാണിക്കാട്ടോ. ഞാനിപ്പോൾ ഒന്ന് സ്വീറ്റ്സൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ധൈര്യക്കണോ, അച്ഛൻ കഴുത്തിൽ മാല ഇട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ കിടന്ന് ബഹളം. അങ്ങനെ അച്ഛൻ പറയാണ്, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില അറിയോ, ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയാൽ നീ വാങ്ങിച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ ബഹളം കേട്ടോ. അപ്പോൾ അച്ഛന് സപ്പോർട്ടാണ് ഞങ്ങൾ. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ ഒട്ടും മാല ഇടാറില്ല. അമ്മയ്ക്കാണെങ്കിൽ എല്ലാവരും ഉള്ള സ്വർണ്ണം അത്രയും ഇട്ട് ജുവലറി ഒരു ആഡ് പോലെ നിൽക്കണം കേട്ടോ. അതിന് മാത്രം അമ്മയ്ക്കൊരു കോംപ്രമൈസും ഇല്ല. അതിന് പൊട്ടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല, അമ്മ അങ്ങനെ വീട്ടിൽ നിന്നാലും എവിടെ നിന്നാലും നിൽക്കത്തുള്ളൂ കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ നല്ല കപ്പയും വാള മീൻകറിയും.
അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ലേശം കപ്പയും മീൻകറിയും കൂടി കഴിച്ചു. അങ്ങനെ അമ്മ പറയാണ്, എൻ്റെ വാള മീൻകറിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റെസിപ്പി, ഒന്ന് ഇട്ട് കൊടു, ഒന്ന് പറഞ്ഞു കൊടു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിന്നീട് ഒരു ദിവസം നമുക്ക് ആ വാളയുടെ റെസിപ്പി ഇടാം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കപ്പയും വാള മീനും. എനിക്കാണെങ്കിൽ ഈ ഇങ്ങനെ ഇരിക്കുന്ന നല്ല വെന്ത് കുഴങ്ങിയ കപ്പയാണ് ഇഷ്ടമേ. ഇത് മറ്റേ സാധാ ഇങ്ങനെ തുറ, അതായത് ഒന്നൊന്നായിട്ടിരുന്ന കപ്പയാണ്. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല, എങ്കിലും ആ മീൻകറിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടിരുന്ന ഫ്രൂട്ട്സ്, ഇവിടുത്തെ ഫ്രൂട്ട്സ് ചെത്തലെല്ലാം അച്ഛൻ്റെ ജോലിയാണ് കേട്ടോ. ചെത്തിപ്പറക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ഗർഭിണിയുള്ള വീടായതുകൊണ്ട് തന്നെ നിറയെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ചീമയുടെ അമ്മാവനും അമ്മാവിയും മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സൺഡേ, അവരൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സിനൊന്നും ഒരു പഞ്ഞവും ഇല്ല, ഇതെല്ലാം ഇരുന്ന് ചീത്തയായി പോകുന്നു എന്നല്ലാണ്ട് കഴിക്കാൻ ആളില്ല. എത്രയെന്ന് പറഞ്ഞാൽ കഴിക്കുന്നത്, അങ്ങനെ എല്ലാം കൂടിയൊക്കെ ഇരുന്ന് ചീത്തയായി പോകണ്ട, നാളത്തേക്ക് ഒരു ഫ്രൂട്ട്സും ഇരിക്കത്തില്ല. ഇരിക്കാത്ത ഫ്രൂട്ട്സ് എല്ലാം അച്ഛരുന്ന് ചെത്തി പറക്കുക കേട്ടോ. അമ്മ പറയാം ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് വയ്യ, പഴമൊക്കെ കഴിച്ച് വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തായാലും നെട്ടയത്ത് തന്നെ സ്റ്റേ. വേദയ്ക്ക് അമ്മ ഒരു ഷവായി, വേദയ്ക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഷവായി ഒക്കെ വാങ്ങിച്ചു തന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് വേദ അവിടെ നിന്നാണ് ഞാൻ സ്കൂളിൽ പോയിട്ട് നേരെ തിരിച്ച് തിരുമല വീട്ടിൽ വന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. വേദയെ ഞാൻ ട്യൂഷന് വിട്ടിട്ട് ഒന്ന് വെട്ടുകാട് പോകാമെന്ന് എഴുതി. രാവിലെ വെട്ടുകാട് പോകാമെന്ന് കരുതി, പക്ഷേ ഭയങ്കര വെയിലില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും വേദയ്ക്ക് വൈകിട്ട് ട്യൂഷനുണ്ട്, അപ്പം ഞാൻ വൈകിട്ട് വേദയെ ട്യൂഷനാക്കിയിട്ട് പോകും, അപ്പോൾ വെയിലൊന്ന് മാറുമെന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ ഈ വെയിൽ മാറുന്ന സമയം കേട്ടോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ സൺഗ്ലാസസ് ഒക്കെ എടുത്ത് വെച്ചു. ഏട്ടൻ വീണ്ടും ബിസിയായി, ഏട്ടൻ വീണ്ടും വർക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ഏട്ടനെ കിട്ടുന്ന കാര്യം വലിയ പാടാണ്. ഞാൻ തന്നെ ഇനി സ്വന്തമായിട്ട് വീഡിയോ എല്ലാം എടുക്കണം. ആദ്യമൊന്നും വീഡിയോ എടുത്ത് തല്ലായിരുന്നു, പിന്നെ കുറേശ്ശൊക്കെ എടുത്ത് തന്ന് പിന്നെ കാര്യമായിട്ട് വീഡിയോ എടുത്ത് തരുമായിരുന്നു. കാരണം ഏട്ടൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ക്യാമറ വർക്കാണ്. അപ്പോൾ പിന്നെ ഏട്ടന് ജോലി എന്നതിലുപരി അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് വീഡിയോ എടുത്ത് തരാൻ തുടങ്ങിയത്. കാരണം യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ എടുക്കുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ ലോക പരാജയമായിരിക്കും എന്നാണ് ഏട്ടൻ കരുതിയത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ. പക്ഷെ സക്സസ് ആയി എന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരു സപ്പോർട്ടൊക്കെ തന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പം നമ്മുടെ യാത്രകളുടെ എണ്ണമൊക്കെ ഇനി കുറയും കേട്ടോ. മറ്റത് ഏട്ടൻ നിന്നത് കൊണ്ടാണ് ഒരു അവധി കിട്ടിയാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ ഏട്ടൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ പിന്നെ ഇനി ഞാൻ സോളോ ട്രിപ്പ് പോവാം ഗൈസ്. അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഞാൻ വെട്ടുകാട് വന്നപ്പോഴേക്കും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നു, ആ കടലിൽ സൂര്യൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നല്ല തണുത്തൊരു കാറ്റും ഒക്കെ ആയിട്ട്. വെയിലുണ്ട്, പക്ഷേ ആ വെയിൽ മങ്ങുന്നതിൻ്റെ ഒരു വെയിലായിരുന്നു, വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല ഭംഗി, കടൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് യേശോപ്പച്ചനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തന്നെ ഇറങ്ങി. ഞാനിവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാറില്ല, ജസ്റ്റ് വരും, ഇങ്ങനെ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിച്ച് വരും കേട്ടോ. അതങ്ങനെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല, അതിനുള്ള ടൈം കിട്ടാറില്ല. പക്ഷേ ഇവിടെ വന്നില്ലെങ്കിലും മനസ്സിനെന്തോ ഒരു വിഷമം പോലെയാണ്. കുറച്ച് നാളായിട്ട് വരൽ കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ പറ്റുന്ന പോലെ വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ടൈം, ഓഫീസ് ടൈമിലാണ് ഞാൻ വേദയെ ട്യൂഷന് വിട്ടിട്ട് വെട്ടുകാട് വന്നത്. അപ്പോൾ ഞാൻ കരുതി ബ്ലോക്കിൽ പെട്ട് പണി കിട്ടുമെന്ന് കരുതി. പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് സ്കൂട്ടറിലാണ് പോയത്. പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, രക്ഷപ്പെട്ട് വന്നു കേട്ടോ. കറക്റ്റ് സമയമായപ്പോഴേക്കും, കറക്റ്റ് സമയമല്ല, കുറച്ചൊരു അരമണിക്കൂർ നേരത്തെ ഞാൻ വേദയെ വിളിക്കാനായിട്ട് വന്നു. പിന്നെ ഇവിടെ തന്നെ നിന്ന് ഫോണൊക്കെ കുത്തി നിന്നപ്പോഴേക്കും വേദയെ വിളിക്കാനുള്ള സമയമായി. അവിടെ നിന്ന് നേരെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നത് ഞാനൊരു പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഗൈസ്. നമ്മുടെ എനർജി ലഡു ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി പരീക്ഷ കഴിഞ്ഞതാണ്, ഞാനിപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിങ്സ് ആട്ടോ. അപ്പം ഞാൻ കരുതി ഒരു എനർജി ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ചുമ്മാ പറക്കി തിന്നാമല്ലോ, അങ്ങനെ അധികം കഴിച്ചും കൂടാ. അങ്ങനെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. എന്നിട്ട് ഞാനൊരു ചോക്ലേറ്റ് പോലെ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ നോക്കിയപ്പോൾ അതിലെല്ലാം ഷുഗർ ആഡഡ് ആട്ടോ. ഞാനിപ്പോൾ ഷുഗറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഏതാണെന്നുള്ളതെന്ന് ഞാൻ പറയില്ല, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അതുകൊണ്ട് പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ നോക്കിയപ്പോൾ 50% ഉള്ളൂ ഡാർക്ക് ചോക്ലേറ്റ്, ബാക്കി ഷുഗറൊക്കെ ആഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ഡിസ്ക്ലോസ് ചെയ്തു. ചോക്ലേറ്റിന് പകരം വെറുതെ എനർജി ലഡു ഉണ്ടാക്കാമെന്ന് എഴുതി. ഡേറ്റ്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഒന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും ഇന്ന് ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇന്നലത്തെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ നെട്ടത്തുനിന്ന് എടുത്തിട്ട് വന്നു. വേദയ്ക്ക് അമ്മ അവിടുന്ന് ചോറും കറികളൊക്കെ കൊടുത്തിട്ട്, ചോറ് ഒഴിച്ചു കൂട്ടാൻ, മീൻ വറുത്തത്, നെല്ലിക്ക അച്ചാർ,
പിന്നെന്ത് സവോളയൊക്കെ അരിഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു വേദ. അതെല്ലാം കൂടി വെച്ച് അമ്മ വേദയ്ക്ക് ചോറ് കൊടുത്തു വിട്ടു. ചോറുണ്ടായിരുന്നു, ഞാൻ ചോറെടുത്തില്ല, ഞാൻ ആ കപ്പയും മീൻകറിയും കൂടി എടുത്തിട്ട് വന്ന് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നായിട്ട് എന്തോ ലൊക്കേഷൻ എന്തോ നോക്കാൻ പോയതാണ്. അപ്പോൾ ഷൂട്ടില്ല, അപ്പോൾ വൈകിട്ട് കഴിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു കുഞ്ഞ് സാമ്പാർ വയ്ക്കാം, രാവിലെയും കൂടി ആ സാമ്പാർ എടുക്കാം എന്ന് കരുതി. ഏതൊക്കെ വേണമെങ്കിലും സ്കൂളിൽ കൊടുത്തുവിടാം. അപ്പോൾ 2-3 ദിവസം മുന്നേ വാങ്ങിയ സാമ്പാറിൻ്റെ പച്ചക്കറികളാട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് വെച്ചാലും ചിലവാകത്തില്ല, അങ്ങനെ കുറച്ച് ചെറിയൊരു സാമ്പാർ വെച്ച് വൈകുന്നേരം പുട്ടല്ലേ, പുട്ടും സാമ്പാറും കൂടി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാത്രി ആയപ്പോഴാണ് 7 മണിയായി, കൊറിയർ വന്നു കേട്ടോ. മീഷോയിൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ക്ലോത്ത് അതിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുനിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ സ്റ്റിക്കായിരിക്കും, കുനിയുമ്പോൾ ഒന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ അതൊരു സെറ്റ് വാങ്ങി, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ, ടാഗ് ചെയ്തേക്കാം, ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സാധനം കേട്ടോ. ഇപ്പം വൈഡ് നെക്കൊക്കെ ഇടുന്നവർക്ക് നല്ല ഉപകാരപ്പെടും. ഞാനൊക്കെ ഏതിട്ടാലും ഈ അണ്ടക്കടാഹം വരെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് പിറക്കി. പിന്നെന്താണ്, നാളെ ഞാൻ കരുതി ചെറുപയർ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അന്ന് നമ്മൾ ഡയറ്റിനുണ്ടാക്കിയില്ലേ ചെറുപയർ ദോശ, അതുണ്ടാക്കാമെന്ന് കരുതി. അത് നല്ല ദോശയാണ്. അന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചപ്പോൾ ഫ്ലോപ്പായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ദോശ ഞാൻ അല്ലാതെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. സാധാരണ വീഡിയോ എടുത്ത് ഞാൻ എന്തുണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അത് ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ചെറുപയർ ദോശ നാളെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചെറുപയറിനെയും വെള്ളത്തിലിട്ടിട്ട് സാമ്പാറിനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വയ്ക്കുകയാണ്. പരിപ്പ് തീർന്നു, സാമ്പാറിൻ്റെ പരിപ്പും തീർന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കഷ്ണത്തിന് അത്രയും പരിപ്പ് മതി കേട്ടോ. അങ്ങനെ ആ പരിപ്പെല്ലാം കൂടി വെച്ച് സാമ്പാറിന് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടത്. അത് കുതിർത്തിട്ടാണ് നാളെ രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത് അരച്ച് വെച്ച് പുളിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദോശമാവൊന്നും അരച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇനി അരയ്ക്കാത്തത്. ഞാൻ മിക്കവാറും ശനിയാഴ്ച ഞാനങ്ങ് നെട്ടയത്ത് പോവും. നമ്മുടെ മിനി ആൻറ്റി ചിലപ്പോൾ ചീമയെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനുള്ള ദിവസമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കരുതി ശനിയാഴ്ച അങ്ങ് പോയേക്കാമെന്ന് കരുതി. അപ്പോൾ മിക്കവാറും ഞാനങ്ങ് പോവും. അപ്പോൾ പിന്നെ അരി ഉഴുന്നൊക്കെ ഇട്ടാൽ വീണ്ടും ഇരുന്നതാവും. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസം അരി ഉഴുന്നു ഇടാമെന്ന് കരുതി. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ചെറുപയർ ദോശയുടെയൊക്കെ ഓൾമോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചെറുപയറിൻ്റെ ഒരു ഇതും ഉണ്ടാവും കേട്ടോ. എന്തായാലും നല്ല ദോശയാണ്. അങ്ങനെ ഞാൻ ജോലിയായിട്ട് അടുക്കളയിൽ ഭയങ്കര ജോലിയായിട്ടൊക്കെ നിന്നപ്പോഴേക്കും ഏട്ടൻ വന്നു. സാമ്പാർ ആവുന്നതേ ഉള്ളൂ. ഈ കുക്കറിൽ സാമ്പാറൊക്കെ വെക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സാമ്പാറാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കിടക്കുന്ന കുക്കറിനെയൊക്കെ തുറക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ. അതായത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പിന്നെ അതിനെ പെട്ടെന്ന് തുറക്കാനുള്ളൊരു ധൃതിയായിരിക്കും. അങ്ങനെ ഇങ്ങനെ പൈപ്പിലൊക്കെ വെള്ളത്തിലൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഈസി പണികൾ ചെയ്യുന്നത്. ഇതുപോലെയൊന്നും നിങ്ങളാരും ചെയ്യരുത്. നമുക്ക് എപ്പോഴെങ്കിലും പണി കിട്ടുമ്പോൾ നമ്മളതങ്ങ് നിർത്തിക്കോളും കേട്ടോ. അങ്ങനെ കുക്കറിനെ പെട്ടെന്ന് തന്നെ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തുറക്കാൻ ഭയങ്കര പാട്. അതിൻ്റെ ആ ഒരു സാധനം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിനെയൊക്കെ എടുത്ത് മാറ്റി കഴുകി പിറക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുത്തു. സാധാരണ ഞാൻ പായസമൊന്നും സാമ്പാർ വയ്ക്കുന്നത് കുക്കറിൽ പരിപ്പും അമരയ്ക്ക, പൊട്ടാറ്റോ, ക്യാരറ്റ്, കൊച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കും. കുക്കറിൽ വയ്ക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞത്. എന്നിട്ട് പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ സാമ്പാർ ഒന്ന് കുറുകി കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, പൊട്ടാറ്റോ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ബാക്കിയുള്ള പീസസ് എല്ലാം ഇടും. ഒപ്പം തന്നെ കടുക് പൊട്ടിച്ച് അതിൽ മല്ലി, മുളക്, കായം, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പെരിഞ്ജീരകം എല്ലാം കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് ഒന്ന് വറുക്കും കേട്ടോ. വറുക്കുമ്പോൾ കുറച്ച് സാമ്പാറിനൊരു കളറുണ്ടാവും. അതിൻ്റെ ഒപ്പം വെണ്ടയ്ക്കയും കൂടി ഇട്ട് വറുക്കും. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കും. ഇന്ന് ഞാൻ അങ്ങനെ മല്ലിയും മുളകൊക്കെ വറുക്കാൻ മറന്നുപോയി. മറ്റുള്ള കഷ്ണങ്ങളെല്ലാം വേവിച്ച ശേഷമാണ് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിട്ട് വേവിക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് ചേർന്ന് കിട്ടും. അതുകൊണ്ടാണ് രണ്ടാമത് പച്ചക്കറികൾ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മസാലകളും പൊടികളും എല്ലാം കൂടി ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിൽ കേൾപ്പിക്കും. അപ്പം തന്നെ തുറക്കും, അല്ലെങ്കിൽ അതിലിരുന്ന് അങ്ങ് വെന്ത് വല്ലാതെ ആയിപ്പോവും. അങ്ങനെയാണ് ഞാൻ കുക്കറിൽ സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി പുട്ട് വേവിക്കുക, പുട്ട് നനയ്ക്കുക. പുട്ട് ഇന്ന് ഞാൻ മാവൊന്നും നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടു ഗോതമ്പ് ദോശ വേണോ പുട്ട് വേണോ എന്ന് വെച്ചപ്പോൾ സാമ്പാറുള്ളത് കൊണ്ട് സാമ്പാറും പുട്ടും കഴിക്കാൻ നല്ല കോമ്പിനേഷനല്ലേ, പുട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പുട്ട് വയ്ക്കാമെന്ന് കരുതി. കണ്ടോ, സാമ്പാർ ഒരു വിസിൽ കേട്ടു വെന്തു. അതങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. കടുകെല്ലാം പൊട്ടിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്,
ഇത്രയും തന്നെ കേട്ടോ. കായം ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ സാമ്പാറിനൊരു കളർ ഉണ്ടാവും കേട്ടോ. ഇത് മൂപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പരിഷ്കാരത്തിന് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരു സ്വാദം കൂടുതലാണ്. ഇതിൻ്റെ കൂട്ടത്ത് വെണ്ടയ്ക്കയും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുക്കറിലിട്ടിട്ടാണ് ഒരു വിസിൽ കേൾപ്പിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഇന്നത് മറന്നു പോയത് കൊണ്ട് അതിൻ്റെ ഒരു വിസിൽ കേട്ട ശേഷം അതേ കടുക് പൊട്ടിച്ച് ലാസ്റ്റ് അതിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇടും. ഇവിടെ മല്ലിയില ഫാനാണ് ഏട്ടൻ. എല്ലാത്തിനും മല്ലിയില വേണം. എന്തുണ്ടാക്കിയാലും മല്ലിയില ഇട്ടാൽ അത്രയും സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒരു മല്ലിയില കൂടി കുറച്ചിടും. മല്ലിയില ഇട്ടിട്ട് അധികം തിളപ്പിച്ചാൽ ആ മല്ലിയിലയുടെ ടേസ്റ്റ് പോകും കേട്ടോ. എല്ലാവരും പറയാം മല്ലിയില ഇട്ട് തിളപ്പിക്കുമ്പോൾ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിൽ ഇറങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മല്ലിയില ഇട്ട് കൊടുത്താൽ ആ മല്ലിയില നമ്മളെടുത്ത് കഴിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞേ ഉള്ളൂ. ആ രീതി തന്നെയാണ് ഇപ്പോൾ ഏട്ടനും വേദയൊക്കെ കഴിക്കുന്നതും കേട്ടോ. അപ്പോഴേക്കും പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പുട്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ദേ കഴിഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു. ഞാൻ കുറേ സീരീസ് ഇരുന്ന് കണ്ടിരുന്നു. എന്നിട്ട് വൈകിട്ടാണ് ഞാൻ മീൻ വാങ്ങാമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി മീൻ ഇനി വന്നിട്ട് വയ്ക്കാനൊന്നും വയ്യ. പക്ഷേ ഇതിനെക്കാട്ടിയെളുപ്പം മീൻ വയ്ക്കുന്നതായിരുന്നു. ഞാൻ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും പാട് കരുതിയിട്ടാണ് സാമ്പാറിലങ്ങ് ഒതുക്കിയത് കേട്ടോ. പക്ഷേ ജോലി എളുപ്പം മീനായിരുന്നു. കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നിരുന്നുവെങ്കിൽ പെട്ടെന്ന് ചെയ്യാമായിരുന്നു. പിന്നെ കുറച്ച് സാമ്പാർ പച്ചക്കറിയൊക്കെ കിടന്നത് കൊണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ, നാളെ എടുക്കാമെന്ന് കരുതി സാമ്പാർ വെച്ചു. ഫ്രീസറിൽ കുറച്ച് നെത്തോലി മീൻ വാങ്ങിയതിരിക്കുകയാണ്. അത് വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് നാളെ വേദയ്ക്ക് സാമ്പാറും നെത്തോലിയും കൂടി കൊടുത്തു വിടാം. ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ എടുക്കാമെന്ന് കരുതി. അപ്പോൾ സാമ്പാർ അപ്പോഴും തീരുകയാണെങ്കിൽ പിന്നെ വേദയ്ക്ക് പച്ചടിയും മീൻ വറുത്തതും കൊടുത്തു വിടാമെന്ന് കരുതി. നല്ല കോമ്പിനേഷനല്ലേ. അല്ല സാമ്പാറിൽ ബാക്കി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സാമ്പാറും മീൻ വറുത്തതും കൂടി വേദയ്ക്ക് കൊടുത്തു വിടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ നാളെ നമുക്ക് മോർണിംഗ് ഇട്ടാലോ. മോർണിംഗ് എൻ്റെ ജോലി തിരക്കുകൾ പച്ചടിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ ചെറുപയർ ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടാലോ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ്. അതിനുശേഷം പിന്നെ കണ്ടൻറ് ഉണ്ടാകത്തില്ല. അപ്പോൾ ചെറുപയർ ദോശയായിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.